മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ പോർഷൻസ് കുറച്ചേറെ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടേണ്ടതാണ്. കാരണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേയേറെ പോർഷൻസ് കളഞ്ഞിട്ടുണ്ട്. CBSE നമ്മുടെ പരീക്ഷയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ ഗ്രാമർ പോർഷനിൽ യൂസ് ഓഫ് പാസീവ് വോയിസസ്, ക്ലോസസ്, നൗൺ, ആഡ്വേർബ്സ്, ക്ലോസസ് ഓഫ് കണ്ടീഷൻ ആൻഡ് ടൈം റിലേറ്റീവ് പ്രിപ്പോസിഷൻസ്. ഇത്രയും ഭാഗം ഗ്രാമറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന്. ഓക്കെ, ഇനിയും അടുത്തത് നിങ്ങളുടെ ലിറ്ററേച്ചർ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ടെക്സ്റ്റിൽ നിന്ന് ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ് ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ട്രീസ് ആൻഡ് തേർഡ് വൺ ഫോഗ് ആൻഡ് ഫോർത്ത് വൺ മിജ്ബിൽ ദ ഓട്ടർ ആൻഡ് ഫിഫ്ത്ത് വൺ ഫോർ ആൻഡ് ഗ്രിഗറി. ഈ 5 ചാപ്റ്റർ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്ന ടെക്സ്റ്റിൽ നിന്ന് ഫസ്റ്റ് വൺ ദ മിഡ് നൈറ്റ് വിസിറ്റർ, സെക്കൻഡ് വൺ എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് തേർഡ് വൺ ദ ബുക്ക് ദാറ്റ് സെർവ് ദ എർത്ത്. അങ്ങനെ അതിൽ നിന്നും 3 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിലേക്ക് പോകാം, സോഷ്യൽ സയൻസിലേക്ക് പോകാം. അതിൽ ഹിസ്റ്ററി, ഫസ്റ്റ് വൺ ഹിസ്റ്ററിയിൽ സെക്ഷൻ 2 ലൈവ്ലിഹുഡ്, എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റീസ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ചാപ്റ്റർ 3rd ആൻഡ് 4th. അതായത് 3rd ചാപ്റ്റർ ദ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡ് ആൻഡ് 4th ചാപ്റ്റർ ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ 2 ചോയ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റഡ് ആണ്. പിന്നെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്, ദ ചോസൺ ചാപ്റ്റർ ടു ബി അസസ്ഡ് ഇൻ ദ പീരിയോഡിക് ടെസ്റ്റ്. പീരിയോഡിക് ടെസ്റ്റിന് മാത്രം ആൻഡ് നോട്ട് ഇൻ ബോർഡ് എക്സാമിനേഷൻ. ബോർഡ് എക്സാമിനേഷൻ അല്ല, പീരിയോഡിക് ടെസ്റ്റിന് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നാൽ സെക്ഷൻ 3 എവറിഡേ ലൈഫ്, കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ്. ചാപ്റ്റർ 5 പ്രിന്റ്, കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ്. കംപ്ലീറ്റ് ചാപ്റ്റർ, ഈ 2 ചാപ്റ്ററും ഡിലീറ്റ് ചെയ്തിരിക്കുക. ഏതൊക്കെയാണ്? സെക്ഷൻ 3 എവറിഡേ ലൈഫ്, കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ചാപ്റ്റർ 5 പ്രിന്റ്, കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ്. അതിൽ 2 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ജോഗ്രഫിയിലേക്ക് പോവാം. ജോഗ്രഫിയിൽ പോയാൽ ചാപ്റ്റർ 2 ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണ്. ദെൻ ചാപ്റ്റർ 3 വാട്ടർ റിസോഴ്സസിൽ കംപ്ലീറ്റ് ചാപ്റ്റർ എക്സെപ്റ്റ് ദ മാപ്പ് ഐറ്റംസ് വിച്ച് വിൽ ബി അസസ്ഡ് ഇൻ ദ എക്സാമിനേഷൻ. ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ്, പക്ഷെ മാപ്പ് ഐറ്റംസ് ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 5 മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ്. അതില് കംപ്ലീറ്റ് ചാപ്റ്റർ ആണ് ഡിലീറ്റഡ് ആണ്, പക്ഷെ മാപ്പ് ഐറ്റംസ് അതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് വരും. ചാപ്റ്റർ ഫുള്ള് ഡിലീറ്റഡ് ആണ്, പക്ഷെ മാപ്പ് എക്സാമിന് ഉണ്ടാവും. നെക്സ്റ്റ് പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസിൽ ചാപ്റ്റർ 3 ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി ഫുൾ ഡിലീറ്റഡ്. ദെൻ ചാപ്റ്റർ 4 ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് കംപ്ലീറ്റ് ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ദെൻ ചാപ്റ്റർ 5 പോപ്പുലർ സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെന്റ്സ് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണ്. ദെൻ ചാലഞ്ചസ് ടു ഡെമോക്രസി കംപ്ലീറ്റ് ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. പൊളിറ്റിക്സിലെ ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 5 ആൻഡ് ചാപ്റ്റർ 8. 3, 4, 5 ആൻഡ് 8 കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ സയൻസിലേക്ക്. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന സയൻസും മാത്സുമാണ് വരുന്നത്. സയൻസിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് 1 അതായത് കെമിക്കൽ സബ്സ്റ്റൻസസ്, നേച്ചർ ആൻഡ് ബിഹേവിയർ എന്ന ചാപ്റ്ററിൽ മെറ്റൽസ്, നോൺ മെറ്റൽസ്, ബേസിക് മെറ്റലർജിക്കൽ പ്രോസസ്, കൊറോഷൻ ആൻഡ് ഇറ്റ് പ്രിവെൻഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, അതിനകത്ത് നോമൻക്ലേച്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഹാലജൻസ്, ആൽക്കഹോൾ, കീറ്റോൺസ്, ആൽഡിഹൈഡ്സ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. പിന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്, ഓക്സിഡേഷനും അഡീഷനും ഒക്കെ വരുന്നത്. പിന്നെ എത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്, അതിലെ പ്രോപ്പർട്ടീസും യൂസസും മാത്രം. സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, സോപ്പും ഡിറ്റർജന്റും ഒക്കെ എല്ലാ വർഷവും ധാരാളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതാണ്. തീർച്ചയായിട്ടും വന്നുകൊണ്ടിരുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് വേൾഡ് ഓഫ് ലിവിംഗില്, ബയോളജിയില് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സില്
ട്രോപ്പിക് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ്, ഇൻട്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ് ഹോർമോൺസ്, ഇതിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ. ദെൻ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ആനിമൽസ്, നെർവസ് സിസ്റ്റം, വോളണ്ടറി, ഇൻവോളണ്ടറി ആൻഡ് റിഫ്ലക്സ് ആക്ഷൻ ഡയഗ്രാം ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ദെൻ കെമിക്കൽ കോർഡിനേഷൻ, ആനിമൽ ഹോർമോൺസ്, ഇത്രയും ഡിലീറ്റഡ് ആണ്. വൺസ് അഗൈൻ ഐ എം ടെല്ലിംഗ്, ട്രോപ്പിക് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ്, introduction of plant hormones, control and coordination in animals, nervous system, voluntary, involuntary and reflex action, then chemical coordination and animal hormones. Then അടുത്ത ചാപ്റ്റർ heredity and evolution, basic concepts of evolution delete ചെയ്തിരിക്കുന്നു. Then next natural phenomena, അതില് the human eye and the colorful world, അതും delete ചെയ്തിരിക്കുന്ന പോർഷനിലുണ്ട്. functioning of lens in human eye, അതും എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നതാണ്. മയോപ്പിയ ഒക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരുന്നതാണ്. ദെൻ ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് ദ കറക്ഷൻ, അതാ ഞാൻ പറഞ്ഞത്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്, അതും വളരെ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വരാനും ഡിഫിക്കൽട്ട് പോർഷൻ ആയിരുന്നു, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൺസ് അഗൈൻ ഫംഗ്ഷനിങ് ഓഫ് ലെൻസ് ഇൻ ഹ്യൂമൻ ഐ, ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് ദെയർ കറക്ഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്. ദെൻ നെക്സ്റ്റ് എഫക്ട്സ് ഓഫ് കറന്റ്, അത് ഒരു നല്ല ചാപ്റ്റർ, കുറെ ഏറെ പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇലക്ട്രിക് ജനറേറ്റർ, ഡയറക്ട് കറന്റ്, ഓൾട്ടർനേറ്റിംഗ് കറന്റ്, അതായത് ജനറേറ്റർ, DC, AC, ദെൻ ഫ്രീക്വൻസി ഓഫ് AC, അഡ്വാൻറ്റേജ് ഓഫ് AC ഓവർ DC, ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്. ചുരുക്കി പറഞ്ഞ ആ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നാച്ചുറൽ റിസോഴ്സസ്, യൂണിറ്റ് 5 നാച്ചുറൽ റിസോഴ്സസ്, അതൊരു ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്ത ഒരു ചാപ്റ്റർ ആയിരുന്നു, അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു. സോഴ്സസ് ഓഫ് എനർജി, ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, ഫോസിൽ ഫ്യൂവൽസ്, സോളാർ എനർജി, ബയോഗ്യാസ്, വിൻഡ്, വാട്ടർ ആൻഡ് ടൈഡൽ എനർജി, ന്യൂക്ലിയർ എനർജി, റിന്യൂവബിൾ വേഴ്സസ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി, ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നതാണ്, അതും നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷനിലേക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് we are going to maths. എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്ന പോർഷൻസ്. അപ്പോൾ അതില് റിയൽ നമ്പേഴ്സില്, മാത്സില് റിയൽ നമ്പേഴ്സില് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ യൂണിറ്റ് 1 അടുത്തത് പോളിനോമിയൽസിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗോരിതം for polynomials with real coefficients, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ പോർഷൻ. Then pair of linear equations in 2 variables എന്ന ചാപ്റ്ററിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അത് സാധാരണ ബുദ്ധിമുട്ടുള്ളതായിരുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Then quadratic equationsൽ situational problems based on equations reducible to quadratic equations. Next APയിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആപ്ലിക്കേഷൻ ഇൻ സോൾവിംഗ് ഡെയിലി ലൈഫ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സം ടു n ടേംസ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് കോർഡിനേറ്റ് ജിയോമെട്രിക്കകത്ത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, കോർഡിനേറ്റ് ജിയോമെട്രിക്കകത്ത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഡിലീറ്റഡ് ആണ്. ദെൻ അടുത്തത് ട്രയാങ്കിൾസിനകത്ത് അത് കുറച്ച് പോർഷൻസ് ആണ്. പ്രൂഫ് ഓഫ് ദ ഫോളോയിങ് തിയറംസ് ആർ ഡിലീറ്റഡ്. ഏതൊക്കെയാണോ? ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ്, അതിന്റെ പ്രൂഫ് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻ എ ട്രയാങ്കിൾ ഇഫ് ദ സ്ക്വയർ ഓൺ വൺ സൈഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദ അതർ 2 sides, ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് സൈഡ് ഈസ് എ റൈറ്റ് ആംഗിൾ, അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർക്കിൾ എന്ന ചാപ്റ്ററിൽ നിന്ന് ഡിലീഷൻ ഒന്നും ഇല്ല. ദെൻ കൺസ്ട്രക്ഷൻസിനകത്ത് കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ സിമിലർ ടു എ ഗിവൺ ട്രയാങ്കിൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ട്രിഗ്നോമെട്രി, എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ട് ഉള്ള ഒരു, സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ട്രിഗ്നോമെട്രി. അതിൽ നിന്ന് മോട്ടിവേറ്റ് ദ റേഷ്യോസ് whichever are defined at 0 degree and 20 degree, ആ പോർഷൻ ഡിലീറ്റ് ചെയ്തു. Then trigonometric identities il ninna trigonometric ratios of complementary angles, delete cheyidu. Pinne vera deletion illatha vera chapter undu aduthadu heights and distance enna chapter inna
ഡിലീഷൻ ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് ഓൺ സെൻട്രൽ ആംഗിൾ ഓഫ് 120 ഡിഗ്രി എന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസിനകത്ത് ഫ്രസ്റ്റം ഓഫ് എ കോൺ ഡിലീറ്റഡ് ആണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പലരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, കാരണം സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് മിക്കയിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെയും ഡിലീഷൻ ഉണ്ട്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ മീൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ്, അതിനകത്ത് അല്പം ബുദ്ധിമുട്ടുള്ള പോർഷൻ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ മീൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് വളരെ ഈസി ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ അല്പം സമയം എടുക്കുന്നത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിക്കകത്ത് യാതൊരു ഡിലീഷനും ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കാം, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന പോർഷൻസ് മാത്സിൽ നിന്നും സയൻസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പഠിച്ച് എന്താ പറയുന്നേ, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. ഇതിന്റെ പ്രോബ്ലംസ് എന്നാ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിലെ പല ഫിസിക്സിലെയും മാത്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഒക്കെ റിമൂവ് ചെയ്ത ചാപ്റ്റേഴ്സ് പലതും +1 +2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. അത് നമുക്കിനി ബാക്കി വരുന്ന നമ്മുടെ കൊറോണയുടെ മാറ്റം പോലെ എങ്ങനെയാണോ CBSE അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റുന്നത് നമുക്കറിയില്ല. എന്തായാലും നല്ല കുറെ ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരുപാട് പോയിട്ടുണ്ട്. സോ നല്ല മാർക്ക് വാങ്ങാം. എപ്പോഴും ഈ സിലബസ് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. വൺ മോർ തിങ് ഐ വാണ്ട് ടു സേ ദാറ്റ് നമ്മുടെ ഇന്റേണൽ അസസ്മെന്റിലും അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽസിലും സയൻസിലെ പ്രാക്ടിക്കൽസ് കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ കൂടെ അതിന്റെ ക്ലിപ്പിംഗ്സ് വീഡിയോ ഇടുന്നുണ്ട്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കുറെ പ്രാക്ടിക്കൽസ് സയൻസിന്റെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് റെക്കോർഡ് എഴുതുമ്പോൾ പഴയ റെക്കോർഡ് നോക്കി അതേപോലെ എഴുതുക. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക, കാരണം കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിലുള്ളത് ഫുള്ള് നിങ്ങൾക്ക് ഈ വർഷം വേണ്ട. ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി ശ്രദ്ധിച്ചിട്ട് ഈ വർഷത്തെ പോർഷൻസ് മാത്രം റെക്കോർഡ് എഴുതുക. അല്ലാതെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് അതേപോലെ നമുക്ക് കോപ്പി ചെയ്യാൻ ഇപ്രാവശ്യം പറ്റില്ല. അവിടെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പോർഷൻസ് എല്ലാം നന്നായി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു മാസം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടണും അമർത്തുക. സോ വി വിൽ മീറ്റ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.